നമസ്കാരം. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ നവോമ ആൾട്ടർനേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ റിസർച്ച് റിപ്പോർട്ട് പ്രകാരം 3 സ്മാൾ ക്യാപ് സ്റ്റോക്കുകൾ IREDA, സെല്ലോ, മാമ എർത്ത് തുടങ്ങിയ 3 സ്മാൾ ക്യാപ് സ്റ്റോക്കുകൾ ചിലപ്പോൾ MSCI സ്മാൾ ക്യാപ് ഇൻഡെക്സിൽ സ്ഥാനം പിടിച്ചേക്കാം. ഫെബ്രുവരി 13 തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാവുക. ഫെബ്രുവരി 29 തീയതിയോടുകൂടി ഇതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സ്റ്റോക്കുകൾ MSCI സ്മാൾ ക്യാപ് ഇൻഡെക്സിൽ സ്ഥാനം പിടിച്ചേക്കും. ഈ സ്റ്റോക്കുകൾ കൂടാതെ ജയപ്രകാശ് അസോസിയേറ്റീവ്, RR കേബിൾ, KPI ഗ്രീൻ എനർജി, പ്രോട്ടീൻ ഗവർണൻ, സ്വാൻ എനർജി, ജയകുമാർ ഇൻഫ്രാ പ്രോജക്ട്, രത്തൻ ഇന്ത്യ പവർ, ടൈം ടെക്നോപ്ലാസ്റ്റ്, എഥോസ, സാൻഡൂർ മാംഗനീസ്, കേസോറാം ഇൻഡസ്ട്രീസ്, സായ് സിൽക്സ് കലാമന്ദിർ, ഫെഡ് ബാങ്ക് അതായത് ഫെഡറൽ ബാങ്ക്, DB റിയാലിറ്റി തുടങ്ങിയ സ്റ്റോക്കുകളിൽ നിന്നും തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളും ചിലപ്പോൾ സ്ഥാനം പിടിച്ചേക്കാം. ഈ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം കഴിഞ്ഞ 3 മാസം കൊണ്ട് 10 മുതൽ 100% റിട്ടേൺ നൽകിയ സ്റ്റോക്കുകളാണ്. ഫ്രീ ഫ്ലോട്ട് അഡ്ജസ്റ്റഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുത്തതും യോഗ്യതയുള്ളതുമായ സ്റ്റോക്കുകളെ MSCI സ്മാൾ ക്യാപ് ഇൻഡെക്സിലേക്ക് തെരഞ്ഞെടുക്കുക. MSCI സ്മാൾ ക്യാപ് ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കുകയാണെങ്കിൽ ഓരോ സ്റ്റോക്കുകളിലും $2 മുതൽ $7 മില്യൺ പാസീവ് ഫണ്ട് ഇൻഫ്ലോ വരാൻ സാധ്യതയുണ്ട്. ഇതിൽ IREDA എന്ന കമ്പനി MSCI സ്മാൾ ക്യാപ് ഇൻഡെക്സിൽ സ്ഥാനം പിടിച്ചാൽ $11 മില്യൺ പാസീവ് ഫണ്ട് ഇൻഫ്ലോയാണ് വരാൻ പോകുന്നത്. ഇന്റർനാഷണൽ ഏജൻസികൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് MSCI ഇൻഡെക്സ് ആധാരമാക്കിയുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കുകൾ MSCI ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കുകയാണെങ്കിൽ വരും സമയങ്ങളിൽ ചിലപ്പോൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്നത്. MSCI സ്മാൾ ക്യാപ് ഇൻഡെക്സ് കൂടാതെ MSCI സ്റ്റാൻഡേർഡ് ഇൻഡെക്സിന്റെയും റീജിംഗ് നടക്കുകയാണ്. ഇവിടെ ജിൻഡാൽ സ്റ്റെയിൻലെസ്, ബെൽ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, NMDC, ഒബിറോയ് റിയാലിറ്റി തുടങ്ങിയ സ്റ്റോക്കുകളാണ് സ്ഥാനം പിടിക്കാൻ കൂടുതൽ സാധ്യത കാണുന്നത്. ഈ സ്റ്റോക്കുകളിലേക്ക് സ്ഥാനം പിടിക്കുകയാണെങ്കിൽ $130 മുതൽ $150 മില്യൺ പാസീവ് ഫണ്ട് ഇൻഫ്ലോ വന്നേക്കും. ഇനി ആൽക്കം ലബോറട്ടറീസ്, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സോളാർ ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ കറന്റ് ലെവലിൽ നിന്നും 6%-ലധികം റിട്ടേൺ നൽകുകയാണെങ്കിൽ ഈ സ്റ്റോക്കുകളും MSCI സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കാനുള്ള യോഗ്യതാ ലിസ്റ്റിലേക്ക് ഉൾപ്പെടും. കൂടാതെ ദാൽമിയ ഭാരത്, NHPC, GMR എയർപോർട്ട്, FSN ഇ-കൊമേഴ്സ് വെഞ്ചർ, കാനറ ബാങ്ക്, മാൻകൈൻഡ് ഫാർമ, ബോഷ്, വോഡാഫോൺ ഐഡിയ തുടങ്ങിയ സ്റ്റോക്കുകൾ ഫെബ്രുവരി 13 മുൻപേ 20%-അടുത്ത് റിട്ടേൺ നൽകുകയാണെങ്കിൽ ഈ മുകളിൽ പറഞ്ഞ സ്റ്റോക്കുകളും MSCI സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കുന്നതിനുള്ള യോഗ്യത നേടിയിരിക്കും. ഇനി MSCI ഇൻഡെക്സിൽ നിന്നും പുറത്തു പോകാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. അതിലൊന്നാമത്തെ സ്റ്റോക്കാണ് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് എന്ന സ്റ്റോക്ക് കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 4%-ഓളം ഇടിഞ്ഞാൽ MSCI സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൽ നിന്നും പുറത്തുപോയേക്കും. MSCI സ്റ്റാൻഡേർഡ് ഇൻഡെക്സിലുള്ള ഇന്ത്യൻ സ്റ്റോക്കുകളുടെ വെയിറ്റേജ് ഓരോ വർഷം കഴിയും തോറും വർദ്ധിച്ചു വരികയാണ്. MSCI എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സിൽ 2020 ഒക്ടോബർ മാസത്തിൽ ഇന്ത്യൻ സ്റ്റോക്കുകൾക്ക് 8% വെയിറ്റേജ് ആയിരുന്നു ഉണ്ടായത്. അതിപ്പോൾ 17%-ആയി ഉയർന്നു. കഴിഞ്ഞ MSCI സ്റ്റാൻഡേർഡ് ഇൻഡെക്സ് റീജിംഗിൽ ഇൻഡസ്ഇൻഡ് ബാങ്ക്, സുസ്ലോൺ എനർജി, പെർസിസ്റ്റന്റ് സിസ്റ്റം, പേടിഎം തുടങ്ങിയ കമ്പനികൾ സ്ഥാനം പിടിച്ചിരുന്നു. ഈ സെക്ടറിൽ അല്ലെങ്കിൽ MSCI സ്മാൾ ക്യാപ് ഇൻഡെക്സിൽ MSCI സ്മാൾ ക്യാപ് ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സ്റ്റോക്കായി വിലയിരുത്തുന്നത് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെയാണ്. അതുകൊണ്ട് വരും സമയങ്ങളിൽ സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.53% ഇടിഞ്ഞ് $104.95 അടുത്ത് ക്ലോസിംഗ് നൽകി. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതിനു ശേഷം ഇതുവരെ 67%-അടുത്ത് റിട്ടേൺ നൽകി. റീസെന്റ് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഏകദേശം 60 രൂപയ്ക്കടുത്ത് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവുകയും 123 രൂപ വരെ ഉയരുകയും ചെയ്തു. പിന്നീട് സ്റ്റോക്ക് ഇടിഞ്ഞ് 104-അടുത്ത് കൺസോളിഡേറ്റ് ചെയ്തു. ഇനി IREDA എന്ന സ്റ്റോക്കിൽ ഫ്രഷ് പൊസിഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് പ്രമുഖ ബ്രോക്കേജ് ഏജൻസികൾ നൽകുന്ന ഉത്തരം എന്താണെന്ന് മനസ്സിലാക്കാം. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ഫിലിപ്സ് ക്യാപിറ്റൽ IREDA എന്ന സ്റ്റോക്കിന് സെൽ എന്ന റേറ്റിംഗും 80 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയത്. IREDA എന്ന കമ്പനി റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകൾക്ക് ആവശ്യമായ ഫിനാൻസിംഗ് നൽകുന്ന കമ്പനിയാണ്. അതായത് ഇതൊരു NBFC കമ്പനിയാണ്. പവർ സെക്ടറിൽ പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഏത് രീതിയിലാണോ പ്രവർത്തിക്കുന്നത് അതിന് സമാനമായ ഒരു ബിസിനസ് മോഡലാണ് IREDAയ്ക്കുമുള്ളത്. IREDAയും ഒരു ഫുള്ളി ഗവൺമെന്റ് ഓൺഡ് കമ്പനിയാണ്. 2023-26 ഫിനാൻഷ്യൽ ഇയറിൽ റിന്യൂവബിൾ എനർജിക്കുള്ള ഡിമാൻഡ് കൂടാൻ സാധ്യതയുണ്ട്. അതിനനുസരിച്ച് കൂടുതൽ പ്രോജക്റ്റുകൾ വരാനും IREDA കൂടുതൽ പ്രോജക്റ്റുകൾക്ക് ലോൺ നൽകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കമ്പനിയുടെ ലോൺ ഗ്രോത്ത്
ഉയർന്ന ലോൺ ഗ്രോത്ത് വരുന്ന 3 വർഷങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ മാർജിനൽ പ്രഷർ ഉള്ളതുകൊണ്ടും കമ്പനികളുടെ ക്രെഡിറ്റ് കോസ്റ്റ് ഉയരുന്നതുകൊണ്ടും ഈ ലോൺ റീപേ ചെയ്യുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇത് IRDA എന്ന കമ്പനിയുടെ റിട്ടേൺ റേഷ്യോസിനെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് ഫിലിപ്പ് ക്യാപിറ്റലിന്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഫിലിപ്സ് ക്യാപിറ്റൽ സെൽ എന്ന റേറ്റിംഗും 80 രൂപയുടെ ടാർഗറ്റ് നൽകിയത്. കമ്പനിയുടെ ബിസിനസ് മോഡലിൽ അടങ്ങിയിരിക്കുന്ന റിസ്കിനെ ജസ്റ്റിഫൈ ചെയ്യാത്ത വാല്യൂഷനിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇതും സ്റ്റോക്കിനെ ഡൗൺഗ്രേഡ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണമാണ്. റീസെന്റ് ഡിസംബർ മാസത്തിൽ 32 രൂപയ്ക്ക് അടുത്ത് IPO കൊണ്ടുവന്ന സ്റ്റോക്ക് 60 രൂപയ്ക്ക് അടുത്തായിട്ടാണ് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയത്. അതിനുശേഷം 125 രൂപ വരെ സ്റ്റോക്ക് ഉയരുകയും 125 രൂപയിൽ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് സ്റ്റോക്ക് 100 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുകയുമാണ്. IRDA എന്ന കമ്പനി പവർ ഫിനാൻസ് കോർപ്പറേഷന് സമാനമായ ബിസിനസ് മോഡൽ ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിലും പവർ ഫിനാൻസ് കോർപ്പറേഷനേക്കാളും ഒരൽപ്പം കൂടി റിസ്കി ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലായിട്ടാണ് ഈ റിസർച്ച് ഏജൻസി പറഞ്ഞിരിക്കുന്നത്. 2023-26 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ലോൺ ബുക്കിൽ 30% CAGR കൂടിയുള്ള ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം 2024 ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 56 ബേസിസ് പോയിന്റ് ഇടിഞ്ഞ് 2.57% എത്തിയിട്ടുണ്ട്. ഇത് വരും സമയങ്ങളിലും കമ്പനിക്ക് മുകളിലുള്ള റിസ്ക് ഉയർത്തുന്ന ഒരു പ്രധാന ഫാക്ടറായി പ്രവർത്തിച്ചേക്കാം. ഇതുകൂടാതെ ഈ കമ്പനി അസറ്റ് ക്വാളിറ്റി റിസ്ക്കും സ്പ്രെഡ് റിസ്ക്കും ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റിന്യൂവബിൾ എനർജി സെഗ്മെന്റിൽ പ്രൈവറ്റ് കമ്പനികൾക്കുള്ള എക്സ്പോസർ കൂടുതലാണ്. പ്രൈവറ്റ് കമ്പനികൾക്കുള്ള എക്സ്പോസർ കൂടുന്നതനുസരിച്ച് അസറ്റ് ക്വാളിറ്റി റിസ്ക് അല്ലെങ്കിൽ കമ്പനികൾ അവരുടെ ബാഡ് ലോൺസിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അത് IRDA എന്ന NBFC കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റിയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. രണ്ടാമത്തേത് സ്പ്രെഡ് റിസ്ക് ആണ്. സോളാർ, വിൻഡ് എനർജി സെക്ടറിലെ പ്രോജക്റ്റുകൾക്കാണ് കമ്പനി പ്രധാനമായും ഫിനാൻസ് ചെയ്യുന്നത്. ഈ പ്രോജക്റ്റുകൾ വളരെ പെട്ടെന്ന് എക്സിക്യൂട്ട് ആവുകയും എക്സിക്യൂട്ട് ആയതിനു ശേഷം പ്രോജക്റ്റുകളുടെ പെർഫോമൻസ് അനുസരിച്ച് ഈ പ്രോജക്റ്റിന്റെ ഔട്ട്പുട്ട് പവറിന്റെ റീപ്രൈസിംഗ് നടക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ റീപ്രൈസിംഗ് മുമ്പ് നിശ്ചയിച്ചതിനേക്കാൾ താഴ്ന്ന ലെവലിൽ വരികയാണെങ്കിൽ അത് ലോൺ റീപേയ്മെന്റ് കപ്പാസിറ്റിയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ലോൺ റീപേയ്മെന്റ് പ്രതികൂലമാവുകയാണെങ്കിൽ അത് IRDA എന്ന കമ്പനിയുടെ ബിസിനസ് മോഡലിനെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഫിലിപ്സ് ക്യാപിറ്റൽ സെൽ എന്ന റേറ്റിംഗും 80 രൂപയുടെ ടാർഗറ്റ് നൽകുന്നത്. സ്റ്റോക്ക് 125 രൂപയിൽ നിന്നും കറക്റ്റായി 100 രൂപ എന്ന സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 100 രൂപ വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ബ്രോക്കേജ് ഏജൻസി നൽകിയിരിക്കുന്ന ടാർഗറ്റ് 80. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്